തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്ത് നിന്നുള്ള അരുൺ ഗോയലിൻ്റെ അപ്രതീക്ഷിത രാജിക്ക് പിന്നിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസമെന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളിലും കമ്മീഷൻ്റെ സ്വതന്ത്ര പ്രവർത്തനത്തിലും കേന്ദ്ര സർക്കാർ നേരിട്ട് കൈകടത്തിയതിനെ തുടർന്നുള്ള ആശയഭിന്നതയും മറ്റൊരു കാരണമായെന്നും ആരോപണമുണ്ട്. ശിവസേനയ്ക്ക് പാർട്ടി പേരും ചിഹ്നവും അനുവദിച്ചതിലെ തർക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമായി തീരുമാനമെടുക്കുകയും പിന്നീട് അത് ഐകകണ്ഠേന എടുത്തുവന്ന് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. ഇതിനുശേഷം NCPയുമായി ബന്ധപ്പെട്ട കേസിലും അരുൺ ഗോയലിൻ്റെ എതിരഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതൊരു കീഴ്വഴക്കമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടുള്ള എതിർപ്പാണ് ഒടുവിൽ ഗോയലിൻ്റെ രാജിയിൽ കലാശിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അരുൺ ഗോയലിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളിൽ നടന്ന ചർച്ചകളെക്കുറിച്ച് ആർക്കും കൃത്യമായ ധാരണയുമില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിൻ്റെ കാലാവധി അടുത്ത വർഷം ഫെബ്രുവരിയിൽ അവസാനിക്കും. ആ ഒഴിവിൽ 2.5 വർഷത്തോളം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകാൻ ഗോയലിന് സാധിക്കുമായിരുന്നു. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഗോയലിൻ്റെ രാജി ദുരൂഹവും കമ്മീഷൻ്റെ നിഷ്പക്ഷതയിൽ സംശയം ജനിപ്പിക്കുന്നതുമാണെന്ന് പലരും വിലയിരുത്തുന്നു. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനമാണ് പശ്ചിമ ബംഗാളിലുള്ളത്. 42 സീറ്റുകളുള്ള അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അവലോകനം ചെയ്യാൻ എത്തിയതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാർച്ച് 5-ന് കൊൽക്കത്തയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ ഗോയൽ വളരെ പെട്ടെന്ന് ഡൽഹിയിലേക്ക് മടങ്ങി. തുടർന്ന് രാജീവ് കുമാർ മാത്രം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. ആരോഗ്യ കാരണങ്ങളാൽ ഗോയൽ മടങ്ങിയെന്നാണ് രാജീവ് കുമാർ പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് സൂചന. കൊൽക്കത്തയിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം ഗോയൽ മാർച്ച് 7-ന് ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പൊരുക്ക ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. 8-ന് ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ബെല്ലയ്ക്കൊപ്പമുള്ള ചർച്ചകളിൽ പങ്കെടുക്കാതെ രാജിക്കത്ത് നേരിട്ട് രാഷ്ട്രപതിക്ക് അയക്കുകയായിരുന്നു. ഗോയലിനെ അനുനയിപ്പിക്കാൻ സർക്കാർ തലത്തിൽ ശ്രമം നടത്തിയിരുന്നതായി നിയമ മന്ത്രാലയ വൃത്തങ്ങളും പറഞ്ഞു. 3-അംഗ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ അനൂപ് ചന്ദ്ര പാണ്ഡെ ഫെബ്രുവരിയിൽ വിരമിച്ചിരുന്നു. ഇതിനുശേഷം ആരെയും നിയമിച്ചില്ല. അങ്ങനെ 2 അംഗങ്ങൾ മാത്രം തുടരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് അരുൺ ഗോയലും രാജിവെക്കുന്നത്. ഇതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രമാണ് ശേഷിക്കുന്നത്. പേരും ചിഹ്നവും അനുവദിക്കാൻ നിയമസഭാ കക്ഷി ഭൂരിപക്ഷത്തിനൊപ്പം തന്നെ സംഘടനാ ഭൂരിപക്ഷവും പരിശോധിക്കണമെന്നായിരുന്നു അരുൺ ഗോയൽ എടുത്ത നിലപാട്. എന്നാൽ ശിവസേനയുടെയും NCPയുടെയും ഒക്കെ പിളർപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭാ കക്ഷി ഭൂരിപക്ഷം മാത്രമാണ് പരിഗണിക്കപ്പെട്ടത്. അപ്പോൾ അരുൺ ഗോയലിൻ്റെ നിലപാട് തുടർച്ചയായി ഈ പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തള്ളുകയായിരുന്നു. ഇതോടെ ഇരുവരും തമ്മിൽ ഭിന്നതയുണ്ടായി, അത് രൂക്ഷമായി മാറി എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് അരുൺ ഗോയൽ പരാതി നൽകിയിരുന്നു. അതായത് അർഹതപ്പെട്ടവർക്ക് നൽകിയ ഈ പരാതികൾക്ക് യാതൊരു പരിഗണനയും ലഭിച്ചില്ല. വ്യക്തമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം അരുൺ ഗോയൽ രാജി സമർപ്പിച്ചത്. ഇതുവരെയുള്ള പതിവുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഗോയലിൻ്റെ ഈ നിലപാടാണ് വിഷയത്തെ ഇപ്പോൾ ശ്രദ്ധേയമാക്കിയിരിക്കുന്നത്. രാജീവ് കുമാറും അരുൺ ഗോയലും തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് SR ബൊമ്മെ കേസാണ് പല ഘട്ടങ്ങളിലും ആധാരമാക്കുന്നത്. ശിവസേനയുമായി ബന്ധപ്പെട്ട് കമ്മീഷന് മുന്നിൽ പരാതി എത്തിയതോടെയാണ് ഈ പറയുന്ന തർക്കങ്ങൾക്കെല്ലാം തുടക്കമായത്. അതായത് ശിവസേന ഔദ്യോഗികമായി ഏത് വിഭാഗത്തിൻ്റേതാണെന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം വന്നു. മാത്രമല്ല ചിഹ്നം ആർക്ക് നൽകണമെന്ന് തർക്കമുണ്ടാവുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നടന്ന ചർച്ചകളുടെ അനുബന്ധമായി പരിഗണിക്കപ്പെട്ടത് നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം എന്ന വിധത്തിലുള്ള ഒരു പരിഗണനയാണ്. അതായത് ശിവസേനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഭൂരിപക്ഷമുള്ളത് ഷിൻഡെ വിഭാഗത്തിനാണെന്ന് കമ്മീഷൻ ഒരു തീരുമാനം അങ്ങെടുത്തു. ഇത് ഏകകണ്ഠമായി തീരുമാനമെടുത്തു എന്നാണ് പുറത്തേക്ക് വന്ന വിവരം. അവർക്ക് പാർട്ടിയുടെ ഔദ്യോഗിക വിഭാഗം എന്ന പദവിയും ചിഹ്നവും ഒക്കെ നൽകുന്ന സമീപനവും സ്വീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് അരുൺ ഗോയൽ തൻ്റെ എതിർപ്പ് യോഗത്തിൽ തന്നെ അറിയിച്ചതാണ്. എന്നാൽ ഈ എതിരഭിപ്രായം രേഖപ്പെടുത്താതെ പോയി. അത് കോടതിയിൽ നൽകിയ ഉത്തരവിലും ഐകകണ്ഠേനയാണ് തീരുമാനമെന്നാണ് രേഖപ്പെടുത്തിയത്. അതിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായി. പക്ഷേ കാര്യങ്ങളൊന്നും പുറത്തു പറഞ്ഞില്ല. എന്നാൽ NCPയുടെ കേസിലും ഇതേ കീഴ്വഴക്കം തുടരുന്ന ഒരു സ്ഥിതി അവിടെ വീണ്ടും ഉണ്ടായി.
അപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊരു കീഴ്വഴക്കം വന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അതിനെ അരുൺ ഗോയൽ എതിർത്തു. സംഘടനാപരമായ ഭൂരിപക്ഷം കൂടി ഈ ഘട്ടത്തിൽ പരിഗണിക്കണം എന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അത് തഴഞ്ഞു. അതോടെ അഭിപ്രായ ഭിന്നതയും രൂക്ഷമായി. അതായത് തീരുമാനങ്ങളെല്ലാം ഐകകണ്ഠേന എന്ന് വരുത്തി തീർക്കാനുള്ള നടപടികൾ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നടത്തി. ഇത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. ഇതുമായി ബന്ധപ്പെട്ട തൻ്റെ പരാതി അറിയിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ അറിയിച്ചെങ്കിലും അതിനും വേണ്ടത്ര മറുപടിയോ പരിഗണനയോ ഒന്നും ലഭിച്ചില്ല. അപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയാണ് അരുൺ ഗോയലിൻ്റെ രാജിക്ക് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനായി അടുത്ത ആഴ്ച കമ്മീഷൻ ജമ്മു കാശ്മീരിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ഇതിനെയാണ് ഈ രാജി സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കേന്ദ്ര സർക്കാരോ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. അപ്രതീക്ഷിതമായി ഈ രാജി സമർപ്പിച്ച സംഭവം കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദം മൂലമാണെന്നും ആശങ്കാജനകമാണെന്നും തൃണമൂൽ കോൺഗ്രസും പ്രതികരിച്ചിട്ടുണ്ട്. ഗോയലിനെ രാജിവെപ്പിച്ചത് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ഈ പറയുന്ന BJP സർക്കാരിന് നിയമിക്കാനാണെന്നും തൃണമൂൽ കോൺഗ്രസ് MP ആയ സാകേത് ഗോഖല ആരോപിച്ചു. അപ്പോൾ 2027 വരെ കാലാവധി ഉണ്ടായിരിക്കെ അരുൺ ഗോയൽ രാജിവെച്ചതിൽ ദുരൂഹതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ രാജിക്ക് പിന്നിലെ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല. ഇന്നലെ രാത്രിയോടെയാണ് അരുൺ ഗോയലിൻ്റെ രാജി ഈ രാഷ്ട്രപതി അംഗീകരിച്ചുകൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജി വലിയ പ്രശ്നങ്ങൾക്കാവും ഇടയാക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഒരു ജുഡീഷ്യൽ ബോഡിയുടെ ഉള്ളിൽ നടന്ന ചർച്ചകൾ പരസ്യമാക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ ഉണ്ടാകുന്നുവെന്ന് വരുത്തി തീർത്തതായാണ് ഈ അരുൺ ഗോയൽ ആരോപിച്ചത്. ഇതുതന്നെയാണ് രാജിക്കും കാരണമായത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ പലവിധ അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം ഉടൻ ഉണ്ടാവുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയും വേണം. നിലവിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രം മതിയെങ്കിലും പ്രതിപക്ഷം ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ നേട്ടമാക്കുന്നതിനാൽ ഈ ആഴ്ച തന്നെ ഈ ഒഴിവുകൾ നികത്താം. അതായത് 2 കമ്മീഷണർമാരുടെ ഒഴിവ് നികത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള പാനൽ ഈ മാസം 15-ന് യോഗം ചേരും. 13-നോ 14-നോ സെർച്ച് കമ്മിറ്റിയും ചേരും. അപ്പോൾ 2022 നവംബറിൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് തെരഞ്ഞെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എത്തിയ അരുൺ ഗോയലിൻ്റെ രാജിക്ക് പിന്നിലെ അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. മുൻ പഞ്ചാബ് കേഡർ IAS ഉദ്യോഗസ്ഥനായ അരുൺ ഗോയലിനെ 2022 നവംബറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചത് മുതൽ നിയമപരമായി ചില വെല്ലുവിളികൾ അദ്ദേഹം നേരിട്ടിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നതിനിടയിലായിരുന്നു ഈ ഗോയലിൻ്റെ നിയമനം നടന്നത്. എന്തായാലും കമ്മീഷണർ നിയമനത്തിൽ സുപ്രീം കോടതിയിലടക്കം വെല്ലുവിളി നേരിട്ട ഗോയൽ കാലാവധി തീരാൻ 3 വർഷം ബാക്കി നിൽക്കെയാണ് അപ്രതീക്ഷിതമായി സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് രാജിക്ക് പിന്നിലെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. രാജിയിൽ സർക്കാർ വിശദീകരണം ആവശ്യപ്പെട്ട് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഇതിനകം തന്നെ രംഗത്തും വന്നു. എന്തായാലും അരുൺ ഗോയലിൻ്റെ രാജി സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണം വരാത്തതിനാൽ ഊഹാപോഹങ്ങളും കഥകളുമൊക്കെ ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത.